ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സർവൈവൽ ത്രില്ലറുമായിട്ടാണ്. ഓൾ ഈസ് ലോസ്റ്റ് എന്ന സിനിമയുടെ കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആത്മവിശ്വാസത്തോടെ പോരാടണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സിനിമയാണ് ഓൾ ഈസ് ലോസ്റ്റ്. ഒരേ ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലുള്ളത്. ഒരു പ്രായമായ മനുഷ്യൻ കടലിലൂടെ താൻ ആഗ്രഹിച്ചു വാങ്ങിയ ബോട്ടിൽ യാത്ര നടത്തുകയാണ് അദ്ദേഹം. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകുന്ന യാതനകളും അതിൽ നിന്ന് അദ്ദേഹം കരകയറിയോ എന്നുമാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2013 പുറത്തിറങ്ങിയ ഓൾ ഈസ് ലോസ്റ്റ് എന്ന ഒരു സർവൈവൽ മൂവിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് നടുവിൽ പ്രായമായ ഒരു മനുഷ്യൻ തന്റെ ബോട്ടിനുള്ളിലെ ബേസ്മെന്റിലുള്ള മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ആ ബോട്ടിനുള്ളിൽ മുഴുവനായിട്ടും കടൽ വെള്ളം ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. പുള്ളിക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. എന്താണെന്ന് വെളിയിൽ പോയി നോക്കാമെന്ന് കരുതി അദ്ദേഹം വെളിയിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു വലിയ കണ്ടെയ്നർ ഇദ്ദേഹത്തിന്റെ ബോട്ടിനിടിച്ച് അവിടെ വലിയൊരു ദ്വാരമുണ്ടായിരിക്കുകയാണ്. അതിലൂടെയാണ് ഈ വെള്ളം അകത്തേക്ക് കയറിയിരിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ കമ്പി എടുത്ത് വന്നിട്ട് ഈ കണ്ടെയ്നർ ബോട്ടിൽ നിന്നും തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കണ്ടെയ്നർ വളരെയധികം വലുതും ഭാരമുള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കമ്പി ഉപയോഗിച്ച് അത് മാറ്റാൻ സാധിച്ചില്ല. ശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് അതിന്റെ എതിർദിശയിലേക്ക് ഓടിക്കുന്നു. ആ സമയത്ത് ആ കണ്ടെയ്നറിൽ നിന്നും ബോട്ട് ദൂരേക്ക് മാറുന്നു. ആ കണ്ടെയ്നർ വന്ന് ഇടിച്ച് ആ ബോട്ടിന് വളരെ വലിയൊരു ദ്വാരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുള്ളിലൂടെ ധാരാളം കടൽ വെള്ളം വീണ്ടും ബോട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. വെള്ളം കയറുന്നതിനനുസരിച്ച് ഭാരം കൂടി ബോട്ടാവട്ടെ ഒരു വശത്തേക്ക് ചരിയാനും തുടങ്ങി. ആ ബോട്ടിന്റെ ബേസ്മെന്റിലുള്ള അദ്ദേഹത്തിന്റെ റൂം മുഴുവനായും കടൽ വെള്ളം കയറിയിരിക്കുകയാണ്. അതിനുള്ളിലുള്ള ഒരു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളോ ഇലക്ട്രിക്കൽ പോർട്സോ ഒന്നും വർക്ക് ചെയ്യില്ല. റേഡിയോ പോലും വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ നോക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ചെയ്യേണ്ടത് ആ ബോട്ടിലുണ്ടായിരിക്കുന്ന ഓട്ട അടയ്ക്കണം. അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അദ്ദേഹം കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ ബോട്ടിനുണ്ടായിരിക്കുന്ന ഹോള് അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. രാത്രിയായപ്പോൾ ആ റൂം മുഴുവൻ വെള്ളം നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു തൊട്ടില് പോലെ കെട്ടിയിട്ട് അദ്ദേഹം അതിൽ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസമാവുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുറിയിൽ കയറിയിരിക്കുന്ന ആ വെള്ളമൊക്കെ കുറച്ചായിട്ട് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹം കടലിൽ കുടുങ്ങിയിരിക്കുകയാണ്. നടുക്കടലായതുകൊണ്ട് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും സഹായിക്കണം. ഈ അവസ്ഥയിൽ അദ്ദേഹം എങ്ങനെ സഹായം ചോദിക്കും? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതുവഴി വേണം ആരെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആ റേഡിയോയിലൊക്കെ ഉപ്പുവെള്ളം കയറിയിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന നല്ല വെള്ളം ഒഴിച്ച് അത് ഭംഗിയായി വൃത്തിയാക്കുന്നു. എന്നിട്ട് ഉണങ്ങുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഈ റേഡിയോ ശരിയായിട്ട് അതുവഴി സിഗ്നൽ അയച്ചാൽ മാത്രമേ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങോട്ടേക്ക് വരികയുള്ളൂ. ശരി, ആ റേഡിയോ ഉണങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് അതവിടെ വെച്ച് അദ്ദേഹം ബോട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആ ബോട്ടിനുണ്ടായിരിക്കുന്ന ഹോള് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസവും കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ ആവുന്നു. കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ മുറിയിൽ കയറിയിരിക്കുന്ന വെള്ളമെല്ലാം അദ്ദേഹം പുറത്തേക്ക് കളയുന്നു. അതിനുശേഷം അദ്ദേഹം ആ മുറി മുഴുവനായിട്ടും ക്ലീൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഹോൾ അടച്ചിരുന്നല്ലോ, അതൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ, ലീക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചെക്ക് ചെയ്യുന്നു. തൽക്കാലത്തേക്ക് അത് ക്ലിയർ ആണ്, ഒരു ലീക്കുമില്ല. അതിനുശേഷം അദ്ദേഹം ഉണങ്ങാൻ വെച്ച ഒരു റേഡിയോ ഉണ്ടായിരുന്നല്ലോ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാറ്ററീസ് ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ആ റേഡിയോയുമായി കണക്ട് ചെയ്യുന്നു. പക്ഷേ ആ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്തൊരവസ്ഥയാണപ്പ ഇതെന്നും പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് മാപ്പിലെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് മാപ്പ് എടുത്ത് നോക്കുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ആ മാപ്പ് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു കുന്തവും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, താഴെ പോയിട്ട് പുസ്തകം വല്ലതും വായിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം താഴെ തന്റെ മുറിയിലേക്ക് പോയി പുസ്തകം വായിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് താൻ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റേഡിയോ വർക്ക് ചെയ്യുന്ന ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം മേലേക്ക് പോയിട്ട് ആ റേഡിയോ എടുത്ത് ഹലോ 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 ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ദിസ് ഈസ് ആൻ എമർജൻസി. ഹലോ 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 ഹലോ. പക്ഷെ അദ്ദേഹം എത്ര നേരം സംസാരിച്ചിട്ടും ആ റേഡിയോയിൽ നിന്ന് ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ആ റേഡിയോ വീണ്ടും വർക്ക് ആവാതെയാവുന്നു. ആ ഒരു ടെൻഷനിൽ അദ്ദേഹം റേഡിയോ താഴെയിട്ട് അവിടെ തന്നെ കിടന്ന് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. ഒരുപാട് ടെൻഷൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം താഴെ തന്റെ റൂമിലേക്ക് വന്ന് കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നു. വിശപ്പുണ്ടായിരുന്നതിനാൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് മുകളിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം ഉടനെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ മഴ പെയ്യുകയാണ്. ആ മഴ അദ്ദേഹത്തിന് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു. വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹം ആ മഴ ആസ്വദിക്കുന്നു. മഴയൊക്കെ ആസ്വദിച്ചതിന് ശേഷം താഴെ വന്ന് താൻ പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണവും കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകമൊക്കെ വായിച്ച് കിടക്കുകയാണ് അദ്ദേഹം.
അദ്ദേഹം. അങ്ങനെ ആ ദിവസവും കടന്നു പോകുന്നു. അടുത്ത ദിവസം അദ്ദേഹം ബോട്ടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുമ്പോൾ ദൂരെ ഇടിവെട്ടുന്ന ശബ്ദം കേൾക്കുന്നു. ഉറപ്പായിട്ടും കാറ്റടിക്കാനും മഴ പെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. സപ്പോസ് വല്ല കൊടുങ്കാറ്റുമാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയിട്ട് പെട്ടെന്ന് വീണ് പൊട്ടുന്ന സാധനങ്ങളൊക്കെ സുരക്ഷിതമായി എടുത്ത് മാറ്റിവെക്കുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം മേലേക്ക് പോയി നോക്കുമ്പോൾ ആ ഭാഗം മുഴുവൻ ഇരുണ്ട് മൂടിക്കിടക്കുകയാണ്. അത്രമാത്രം മേഘങ്ങളൊക്കെ കറുത്തിരുണ്ടു. കടലിന്റെ നടുക്ക് ഒരു ഭീകരാന്തരീക്ഷം തന്നെ അത് സൃഷ്ടിച്ചു. സോ ഉറപ്പായിട്ടും മഴ പെയ്യും. അതുകൊണ്ട് തന്നെ അദ്ദേഹം റെയിൻ കോട്ട് എടുത്തിടുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ മഴയും പെയ്യാൻ തുടങ്ങി. ആ ബോട്ടിനുള്ളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങാൻ തുടങ്ങി. പുറത്ത് ഭയങ്കരമായ കൊടുങ്കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബോട്ട് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും പോവാം. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആരെങ്കിലും മുകളിൽ പോയി ഈ ബോട്ടിനെ സ്റ്റേബിളാക്കി നിർത്തണം. ഇവിടെ പിന്നെ വേറെ ആരുള്ളത്? അദ്ദേഹം തന്നെ പോകണം. വേറെ ഒരു വഴിയുമില്ലാതെ അദ്ദേഹം മുകളിലേക്ക് കയറി പോകുന്നു. വളരെ ഭയാനകമായ കൊടുങ്കാറ്റും മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ പ്രായമായ മനുഷ്യൻ ആ ബോട്ടിനെ വളരെ കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടലിലെ തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു വലിയ തിരമാല വന്ന് ആ ബോട്ടിനെ വളരെ ശക്തിയായി ഇടിക്കുന്നു. പാവം നായകൻ കാല് സ്ലിപ്പായി കടലിലേക്ക് വീഴുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഒരു റോപ്പ് യൂസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ബോട്ടിലേക്ക് തിരിച്ചു കയറുന്നു. വീണ്ടും ബോട്ടിന്റെ വളയം പിടിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് അദ്ദേഹം അതിനെ സ്റ്റേബിളാക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഈ കൊടുങ്കാറ്റ് ഉടനെ ശമിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷെ അപ്പോഴേക്കും ആ കൊടുങ്കാറ്റ് കൂടുതൽ ശക്തമായി കൂടുതൽ ഭയങ്കരമായിട്ട് വീശാൻ തുടങ്ങി. ആ ബോട്ടാവട്ടെ ആടി ഉലയാൻ തുടങ്ങി. നമ്മുടെ നായകന് ശരിക്കും അതിൻ്റെ അകത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അദ്ദേഹം കഷ്ടപ്പെട്ട് അടുക്കളയിലേക്ക് പോയിട്ട് അവിടെയുള്ള സാധനങ്ങളിൽ ബലമായിട്ട് പിടിച്ചു നിൽക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് പുറത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീണ്ടും മുകളിലേക്ക് പോയി നോക്കുന്നു. കൊടുങ്കാറ്റ് ഒരല്പം പോലും ശമിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ഭീകരമായി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ തിരമാല ആ ബോട്ടിന് നേരെ വരികയും ആ ബോട്ടിന്റെ പായ്മരം തകർത്ത് കളയുകയും ചെയ്യുന്നു. ആ പായ്മരം കടലിലേക്ക് വീഴുന്നു. അത് വലിച്ചെടുക്കാൻ അദ്ദേഹം കുറെ ശ്രമിച്ചു. പക്ഷെ ഭയങ്കര കനമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അത് വലിച്ചെടുക്കാൻ സാധിച്ചില്ല. കടല് ആ പായ്മരം കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയൊരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിനെ ഇനി കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ പായ്മരം ഉള്ളത് കൊണ്ടാണ് ഡയറക്ഷൻ കൃത്യമായിട്ട് പോകുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോ അത് സാധ്യമാവുകയില്ല. ഇനി ആ ബോട്ട് എങ്ങോട്ടേക്ക് പോകുന്നു അതിൻ്റെതായ ദിശയിലേക്ക് വേണം ഇദ്ദേഹവും പോവാൻ. ഇദ്ദേഹത്തിന് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. എനിക്കിനി നല്ലതൊന്നും നടക്കൂല എന്നും പറഞ്ഞ് വിഷമിച്ചിട്ട് അദ്ദേഹം തന്റെ മുറിയിലേക്ക് വരുന്നു. അവിടെ മറ്റൊരു ദുരന്തം അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ മുഴുവൻ വലിയ വലിയ ദ്വാരങ്ങൾ വീണ് കടൽ വെള്ളം വീണ്ടും ആ ബോട്ടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. ഈ കൊടുങ്കാറ്റൊന്ന് ശമിച്ചാൽ ഇതൊക്കെ എന്താണെന്ന് അദ്ദേഹത്തിന് നോക്കാൻ സാധിക്കും. പക്ഷെ ആ കാറ്റാണെങ്കിൽ നിൽക്കുമെന്നൊരു സൂചന പോലും നൽകുന്നില്ല. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ലൈഫ് ബോട്ട് എടുത്ത് അത് ആ ബോട്ടിന്റെ പുറത്ത് ഘടിപ്പിച്ചതിന് ശേഷം അത് കടലിലേക്ക് ഇടുന്നു. എന്നിട്ട് ഈ ബോട്ടിൽ നിന്നും ആ ലൈഫ് ബോട്ടിലേക്ക് അദ്ദേഹം മാറുന്നു. അങ്ങനെ ആ ലൈഫ് ബോട്ടിൽ അദ്ദേഹം ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ആ ലൈഫ് ബോട്ടിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് നോക്കുന്നു. കൊടുങ്കാറ്റൊക്കെ ശമിച്ചിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ബോട്ട് ഏകദേശം മുങ്ങിയ അവസ്ഥയിലാണ്. ആ ബോട്ടിനെയും ഇപ്പോൾ ഉള്ള ലൈഫ് ബോട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കയറ് പിടിച്ച് അദ്ദേഹം വലിച്ച് ആ ബോട്ടിനടുത്തേക്ക് പോകുന്നു. എന്തായാലും ആ ബോട്ട് മുങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ബോട്ടിലേക്ക് കയറിയിട്ട് അതിനുള്ളിൽ ഇദ്ദേഹത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു. എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, ഫുഡായാലും വാട്ടർ ആയാലും ഫ്യൂവൽ ആയാലും അങ്ങനെ കയ്യിൽ കിട്ടുന്നതൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടാവുമോ അതൊക്കെ എടുത്തു വെക്കുകയാണ്. ഇന്നലെ രാത്രി നടന്ന ആ കൊടുങ്കാറ്റിന്റെ ഇടയിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ നെറ്റി ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മരുന്നൊക്കെ ഇട്ട് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യുന്നു. ശേഷം സാധനങ്ങളെല്ലാം എടുത്ത് അദ്ദേഹം ലൈഫ് ബോട്ടിലേക്ക് വരുന്നു. ഒരുപാട് ആശിച്ചു വാങ്ങിയ തന്റെ ബോട്ട് കൺമുന്നിൽ കടലിലേക്ക് മുങ്ങി താഴുന്നത് നോക്കി വിഷമത്തോടെ അദ്ദേഹം നോക്കി നിൽക്കുന്നു. അതിനുശേഷം ആ ബോട്ടുമായിട്ട് കെട്ടിയിരുന്ന ആ കയറ് അദ്ദേഹം കട്ട് ചെയ്ത് കളയുന്നു. ഇനി അദ്ദേഹം ഈ ലൈഫ് ബോട്ടിൽ വേണം ജീവിക്കുവാൻ. അത്രയും വലിയൊരു കടലിൽ ചെറിയൊരു ലൈഫ് ബോട്ടിൽ ഒറ്റയ്ക്ക് കുടുങ്ങിപ്പോയിരിക്കുകയാണ് ആ മനുഷ്യൻ. മുങ്ങിപ്പോയ ആ ബോട്ടിൽ നിന്ന് അദ്ദേഹം ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നല്ലോ. അതിൽ ഒരു പെട്ടിയുണ്ടായിരുന്നു. അതിനുള്ളിൽ ബൈനോക്കുലർ പോലെ ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അതെടുത്തു വെച്ച് താനിപ്പോ ഏത് റൂട്ട് വഴിയാണ് പോകുന്നത് എന്ന് മാപ്പിൽ അടയാളപ്പെടുത്തുന്നു. മാത്രമല്ല കൊണ്ടുവന്ന ഭക്ഷണം കുറച്ചെടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. ആ ബോട്ടിൽ വെള്ളം കയറിയിരുന്നല്ലോ. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അത് ആ ലൈഫ് ബോട്ടിന്റെ സൈഡുകളിൽ ഉണങ്ങാനായി അദ്ദേഹം വെക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതിയൊരു പ്രശ്നം ഉടലെടുത്തു. ആ ലൈഫ് ബോട്ടിലും എവിടെയോ ദ്വാരം വീണ് കടൽ വെള്ളം അതിലേക്കും കയറാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഡ്രസ്സ് തന്നെ എടുത്ത് ആ വെള്ളത്തിൽ മുക്കി അത് പുറത്തേക്ക് പിഴിഞ്ഞു കളയാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോഴാണ് മറ്റൊരു വലിയ പ്രോബ്ലം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അയാൾക്ക് മനസ്സിലായത്. കാലാവസ്ഥ തീരെ ശരിയല്ല. വലിയൊരു കൊടുങ്കാറ്റ് കൂടി വരാനുള്ള സാധ്യതകൾ അദ്ദേഹം കാണുന്നു. കഴിഞ്ഞ തവണ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അദ്ദേഹം വലിയൊരു ബോട്ടിലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ആ ബോട്ടിൽ നിന്ന് രക്ഷ നേടാനായില്ല. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഒരു ചെറിയ ലൈഫ് ബോട്ടിലാണ്. എങ്ങനെ ഇനി വരാൻ പോകുന്ന കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടുമെന്നറിയാതെ അദ്ദേഹം ലൈഫ് ബോട്ടിനുള്ളിലേക്ക് കയറി അതിന്റെ വാതിലുകളെല്ലാം അടച്ച് അതിനുള്ളിലിരിക്കുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു കൊടുങ്കാറ്റ് വീണ്ടും ആഞ്ഞടിക്കാൻ തുടങ്ങി. കോരിച്ചൊരിയുന്ന മഴവെള്ളവും കടൽ വെള്ളവും എല്ലാം ആ ലൈഫ് ബോട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. കൊടുങ്കാറ്റിൽപ്പെട്ട് ആ ലൈഫ് ബോട്ട് ആടി ഉലയുകയാണ്. വലിയൊരു തിരമാല വന്ന് ആ ലൈഫ് ബോട്ടിനെ തലകീഴായി മറിക്കുന്നു. അദ്ദേഹവും കടലിലേക്ക് വീണുപോകും
പോകുന്നു. എന്നാലും ആ ലൈഫ് ബോട്ട് പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് അതിനെ തിരിച്ചു വെച്ച് അതിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കൊടുങ്കാറ്റും പേമാരിയും എത്രയും പെട്ടെന്ന് അടങ്ങണേ, എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലൊരു സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വളരെ ചലഞ്ചിങ് ആയ ഒന്നാണ്. ഇദ്ദേഹമാട്ടെ പ്രായമായ ഒരു മനുഷ്യനും അദ്ദേഹത്തിന് കൈമുതലായുള്ളത് അദ്ദേഹത്തിന്റെ വിശ്വാസം മാത്രമാണ്, ആത്മവിശ്വാസം ഒന്ന് മാത്രമാണ്. അത് മുറുകെ പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു ദുരിത സമയം തള്ളി നീക്കുകയാണ്. ഞാൻ മരിക്കില്ല, ഞാൻ ഇതിൽ നിന്നും രക്ഷ നേടും എന്നുള്ള ഒരേ ഒരു വിശ്വാസം മാത്രമാണ് അദ്ദേഹത്തെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിശ്വസിച്ചതുപോലെ തന്നെ ആ കൊടുങ്കാറ്റും കടന്നു പോകുന്നു. എങ്ങനെയൊക്കെയോ കൂടി അദ്ദേഹം ജീവനോടെ ബാക്കിയാവുന്നു. അങ്ങനെ ആ ഒരു ദിവസത്തെ കൂടി അദ്ദേഹം അതിജീവിച്ചു. താൻ ഏത് റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം മാപ്പിൽ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണവും അദ്ദേഹം കഴിക്കുന്നു. ദാഹമുള്ളത് കൊണ്ട് തന്നെ കന്നാസിൽ നിന്നും വെള്ളം പകർന്ന് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലാവട്ടെ ഉപ്പുവെള്ളം കയറിയിരുന്നു. വെള്ളം കുടിക്കാൻ കഴിയാതെ അദ്ദേഹം അത് തുപ്പിക്കളയുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പോലും പറ്റുന്നില്ല. കുടിക്കാൻ ഒരിറ്റ് ശുദ്ധജലം പോലുമില്ല. അദ്ദേഹം പിടിച്ചതുപോലെ തലമുടി പിടിച്ച് വലിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല പുള്ളിക്ക്. നന്നായിട്ട് വെയിലടിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു സൈഡിലേക്ക് മാറി തണലിലേക്ക് ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈഫ് ബോട്ടിലുണ്ടായിരുന്ന കടൽ വെള്ളം ചൂട് കാരണം നീരാവിയായി ആ സഞ്ചിയിൽ പറ്റിപ്പിടിച്ച് ദ്രാവകമായി മാറിയിരിക്കുകയാണ്. അത് ശുദ്ധജലമായിരിക്കുമെന്ന് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന കന്നാസിന്റെ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞ് അതിലേക്ക് കടൽ വെള്ളം നിറയ്ക്കുന്നു. എന്നിട്ട് അതിന്റെ നടുക്ക് ഒരു ഗ്ലാസ് വയ്ക്കുന്നു. ശേഷം അതിന് മുകളിലായിട്ട് ആ പ്ലാസ്റ്റിക് സഞ്ചി വിരിച്ച് അതിന് മുകളിൽ ഒരു ഭാരവും വെക്കുന്നു. അതായത് ആ കന്നാസിലുള്ള വെള്ളം ബാഷ്പീകരിച്ച് നീരാവിയായി ആ സഞ്ചിയിൽ പറ്റിപ്പിടിക്കും. അത് വെള്ളത്തുള്ളികളായി മാറി നടുക്ക് ഭാരം വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് ഒഴുകി അത് ആ ഗ്ലാസ്സിലേക്ക് വീഴുകയും ചെയ്യും. നല്ല വെള്ളം അദ്ദേഹത്തിന് കുടിക്കാനും കിട്ടും. അങ്ങനെ ഈ രീതിയിൽ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് അദ്ദേഹം വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തുണി നനച്ച് കഴുത്തിലേക്കിടുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കാൻ തയ്യാറെടുക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നേരത്തെ ചെയ്തു വെച്ചിരുന്ന സെറ്റപ്പിലെ നല്ല വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്നും കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുന്നു. അദ്ദേഹം അത് കുടിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് അത്രയ്ക്കും സന്തോഷം, എന്തോ ഒരു സമാധാനം ലഭിച്ചതുപോലെ. അതിനുശേഷം അദ്ദേഹം മാപ്പിൽ താനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി രേഖപ്പെടുത്തുന്നു. ഇപ്പോ അദ്ദേഹം ഇന്റർനാഷണൽ സീവേസിലാണുള്ളത്. അതായത് ഈ വഴിയാണ് കപ്പലുകളെല്ലാം പോകുന്നത്. താൻ രക്ഷപ്പെടുമെന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായി. കാരണം ഇതുവഴി പോകുന്ന കപ്പലിൽ ഏതെങ്കിലും ഒന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ ദൂരത്തിൽ ഒരു ചരക്ക് കപ്പൽ അദ്ദേഹം കാണുന്നു. അതിൽ നിറയെ കണ്ടെയ്നറുകളാണ്. ഒരുപക്ഷെ ഇതുപോലൊരു കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നർ ആവാം അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അല്ലെ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലെയർ കത്തിച്ച് ഹേയ് എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ ഇവിടെയുണ്ട് എന്ന് അദ്ദേഹം നിലവിളിച്ചു പറയുന്നു. പക്ഷെ ആ ഷിപ്പിലുള്ള ആരും അത് കേട്ടില്ല. ആ ഷിപ്പ് ദൂരത്തിലേക്ക് നീങ്ങി അകലുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കാനേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. രക്ഷപ്പെടാനുള്ള സാഹചര്യം തന്റെ കൺമുന്നിലുണ്ടായിട്ടും തന്നെ കൊണ്ട് രക്ഷപ്പെടാനായില്ലല്ലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം വളരെയധികം വിഷമിച്ചു. വളരെയധികം നിരാശയോടെ ദുഃഖത്തോടെ അദ്ദേഹം ലൈഫ് ബോട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് നേരത്തെ അദ്ദേഹം ഇട്ടിരുന്ന ചൂണ്ടയുണ്ടല്ലോ, അത് ചലിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ ചൂണ്ട വലിച്ചെടുക്കാൻ തുടങ്ങി. ഒരു ചെറിയ മീൻ അതിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിനെ വലിച്ച് തൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നോക്കുമ്പോഴേക്കും ഒരു സ്രാവ് വന്ന് അതിനെ വിഴുങ്ങിക്കളയുന്നു. ഞാൻ 5 മണിക്കൂറോളം കാത്തിരുന്ന് കഷ്ടപ്പെട്ട് പിടിച്ച ഒരു മീനിനെ നിങ്ങൾ വന്ന് തിന്നുന്നു പറഞ്ഞിട്ട് സ്രാവിനെ അയാൾ വഴക്ക് പറയുന്നു. സ്രാവിനോടൊക്കെ അല്ലാണ്ട് പിന്നെ ആരോട് സംസാരിക്കാൻ പാവം. അയാൾ ആ സ്രാവിനെ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് അയാൾ ആ ലൈഫ് ബോട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ ലൈഫ് ബോട്ടിന് ചുറ്റും സ്രാവുകളുടെ ഒരു കൂട്ടം തന്നെ വന്നിരിക്കുകയാണ്. അത് ഇയാൾ ചൂടായോണ്ട് കൂട്ടം കൂട്ടായിട്ട് വന്നിട്ട് ആക്രമിക്കാൻ വന്നൊന്നല്ല. ആ ഏരിയ എന്ന് പറയുന്നത് സ്രാവുകൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു. അങ്ങോട്ടേക്ക് ഇങ്ങേരുടെ ലൈഫ് ബോട്ടാണ് ചെന്ന് കയറിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും പുറത്തേക്ക് വീണുപോയ കഥ തീർന്നത് തന്നെ എന്നുള്ള രീതിയിൽ പേടിച്ചാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പ്. സോ നൈറ്റ് ആവുന്നു. അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു വലിയ കപ്പൽ അതുവഴി പോകുന്നു. ഹേ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഫ്ലെയർ ഗണ്ണൊക്കെ മുകളിലേക്ക് വിടുന്നു. അതിനുശേഷം ഉച്ചത്തിൽ ദേ ഇവിടെയുണ്ട്, എന്നെ രക്ഷിക്കൂ, എന്നെ ഒന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കപ്പലിലുള്ളവർ ആരും അത് കണ്ടില്ല. സത്യം പറഞ്ഞ ഒരു കപ്പൽ അദ്ദേഹം കണ്ടില്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹം സ്ട്രോങ് ആയിട്ടിരുന്നേനെ. പക്ഷെ തന്റെ കൺമുന്നിലൂടെ 2 കപ്പലുകൾ കടന്നുപോയിട്ടും അവരാരും തന്നെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ആ ദിവസവും കടന്നുപോകുന്നു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം റെഡിയാക്കി വെച്ചിരിക്കുന്ന സെറ്റപ്പിൽ നിന്നും അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുന്നു. പക്ഷെ വിശപ്പടക്കാനുള്ള ഭക്ഷണം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ താൻ എവിടെയാണുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഉപകരണം ഉപയോഗിച്ച് നോക്കുന്നു. ഇന്റർനാഷണൽ സീവേസ് കടന്ന് അദ്ദേഹം മുന്നോട്ടേക്ക് പോയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ഒരു കപ്പലും കാണുവാൻ സാധിക്കില്ല.
സാധിക്കുകയില്ല. കാരണം കപ്പലുകളുടെ ഹൈവേ താണ്ടി അദ്ദേഹം ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു. ഇപ്പൊ അദ്ദേഹം വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിന്റെ ഒരു പേപ്പറിൽ ഞാൻ ഇതുപോലെ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്, ആരെങ്കിലും രക്ഷിക്കണം എന്ന് എഴുതി ആ പേപ്പർ എടുത്ത് ഒരു ജാറിനുള്ളിലേക്ക് അടച്ചു വെച്ച് കടലിലേക്ക് ഇടുന്നു. അത് കണ്ട് ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്ന ഒരു പ്രതീക്ഷ അദ്ദേഹത്തിലുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയാവുന്നു. അദ്ദേഹം വളരെ വിഷമത്തോടെ ആ ലൈഫ് ബോട്ടിലിരിക്കുകയാണ്. അപ്പോൾ ദൂരത്തായിട്ട് എന്തോ ഒരു വെളിച്ചം അദ്ദേഹം കാണുന്നു. തീർച്ചയായും അതൊരു ബോട്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ അവരുടെ ശ്രദ്ധയാകർഷിക്കാൻ പറ്റിയ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഫ്ലെയറുകളൊക്കെ നേരത്തെ തീർന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വസ്തുക്കളെല്ലാം കത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്താലും ആ ബോട്ടിൽ വരുന്നവർ തന്നെ കാണുമോ എന്നുള്ളത് അറിയില്ല. അത്രയും വലിയ ഫ്ലെയർ അടിച്ചിട്ടും കപ്പലിലുണ്ടായിരുന്നവരാരും തന്നെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചാൽ അവർ തന്നെ കാണുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. എന്തൊക്കെ തന്നെ ആയാലും ഉടനെ തന്നെ ഒരു വലിയ തീരുമാനമെടുക്കണം. ഒന്നും മിണ്ടാതെ ഇവിടെ തന്നെ ഇരിക്കണോ അതോ എന്റെ സാധനങ്ങൾ കത്തിക്കണോ? അങ്ങനെ കത്തിച്ചാലും അവർ തന്നെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്തെങ്കിലും ആവട്ടെ, സാധനങ്ങൾ കത്തിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ കത്തിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി. അദ്ദേഹം കത്തിച്ച തിങ്സ് മാത്രമാണ് കത്തുക എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് ബോട്ടിനും തീ പിടിക്കുന്നു. അങ്ങനെ അദ്ദേഹം കടലിലേക്ക് വീഴുന്നു. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ യാതൊരു ഓപ്ഷനുമില്ല. ഇനി ആ കടലിലൂടെ ഒഴുകി നടക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ബോട്ടും ഇല്ലല്ലോ ഇപ്പൊ കയറിയിരിക്കാൻ. അദ്ദേഹത്തെ രക്ഷിക്കാനും ആരും വന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാന പ്രതീക്ഷയും കൈവിട്ടു. സാവധാനത്തിൽ ആ കടലിലേക്ക് അദ്ദേഹം മുങ്ങി താഴാൻ തുടങ്ങി. ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ കണ്ട ആ വെളിച്ചമുണ്ടായിരുന്നല്ലോ, അത് ഒരു ചെറിയ ബോട്ടായിരുന്നു. ഇങ്ങനെ തീ കത്തുന്നത് കണ്ട് ആ ബോട്ട് അതിനടുത്തേക്ക് വരുന്നു. ആ ബോട്ടിലുള്ളവർ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ആ ലൈഫ് ബോട്ടിനകത്ത് ആരുമില്ല. നമ്മുടെ നായകൻ വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോ വന്നിരിക്കുന്നതായി അദ്ദേഹം കാണുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇപ്പോൾ യാതൊരുവിധ ശക്തിയുമില്ല. മുകളിലേക്ക് വരാൻ പോലും പറ്റുന്നില്ല. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ചിന്തയോടെ അയാൾ ആഞ്ഞ് ശ്രമിച്ച് മുകളിലേക്ക് വരുന്നു. ആ ബോട്ടിലുള്ളവർ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് മുകളിലേക്ക് വലിക്കുന്ന ഒരു രംഗത്തോടുകൂടി സിനിമ അവസാനിക്കുന്നു. ചങ്ങായിമാരെ, ഇതൊരു ചെറിയ സിനിമയാണ്. പക്ഷെ ആ സിനിമയിലൂടെ അവർ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നിങ്ങളൊരു ആപത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ സേഫ് ആണെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയേക്കാം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് ജയിക്കാൻ പറ്റും, ഞാൻ ഇതിൽ നിന്നും രക്ഷ നേടും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസത്തോടെ പോരാടിയാൽ തീർച്ചയായും ഏതൊരാപത്തിനെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. ചങ്ങായിമാരെ, അപ്പോൾ ഈ സിനിമയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആത്മവിശ്വാസം കൈവിടരുത് എന്ന് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഉദയസൂര്യന്റെ ഭംഗി എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. പക്ഷെ അത് ദിവസവും രാവിലെ കാണുന്നവർ എത്ര പേരുണ്ടാവും? വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും കഠിനാധ്വാനവും. നമ്മൾ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അത് കാണുന്നവർ വളരെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഒരു സമയത്ത് ഈ ലോകം അല്ലെങ്കിൽ ഈശ്വരൻ, അതുമല്ലെങ്കിൽ മറ്റേതൊരു ശക്തി നമ്മൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം നമുക്ക് തീർച്ചയായും തരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഓഡിയൻസ് വളരെ കുറവായിരിക്കും, എന്റെ വീഡിയോസിന് ഉണ്ടാകുന്നത് പോലെ. പക്ഷെ നമ്മൾ അത് വിചാരിച്ച് തോറ്റുപോയി എന്ന് കരുതി പിന്മാറരുത്. വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. തീർച്ചയായും നിങ്ങൾ വിജയിച്ചിരിക്കും. ഈ സിനിമയിൽ വരുന്ന ഒരേ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ ആ സിനിമയിൽ എവിടെയും അദ്ദേഹത്തിന് പേര് പറയുന്നില്ല. കാരണം ആ കഥാപാത്രം നമ്മൾ ഓരോരുത്തരുമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മവിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം എപ്പോഴോ മരിച്ചുപോയേനെ. പക്ഷേ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പോരാടി. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. അതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും. ഇന്ന് ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നു, ഞാൻ വളരെയധികം താഴെയാണ്, എന്റെ പ്രയത്നങ്ങൾക്കൊന്നും യാതൊരു ഫലവും കിട്ടുന്നില്ല എന്നൊന്നും ചിന്തിക്കാതെ ഉടനെ തന്നെ ഞാൻ വലിയ വിജയങ്ങളിലേക്ക് കുതിക്കും, ഉടനെ തന്നെ ഞാൻ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് ചിന്തിച്ച് മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുക. തീർച്ചയായും ജീവിതം നിങ്ങൾക്ക് മുന്നിൽ വിജയത്തിന്റെ വാതിലുകൾ തുറന്നിടും. ഞാൻ ഉറപ്പു തരുന്നു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. ആത്മവിശ്വാസം കൈവിടാതെ അവസാനം വരെ പൊരുതണം. നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക. തീർച്ചയായും വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും. ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുമായിട്ട് കാണാം. അതുവരെ